ശബരിമല സന്നിധാനത്ത് ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികളുടെ പരിശോധന പൂർത്തിയായി. പ്രഭാമണ്ഡലവും കട്ടിളപ്പാളിയുടെ ഭാഗങ്ങളും ഇളക്കിയെടുത്താണ് പരിശോധിച്ചത്. സ്വർണ്ണപ്പാളി തിരികെ ഘടിപ്പിച്ച ശേഷം അന്വേഷണ സംഘം മലയിറങ്ങും. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, എപ്പോഴാണ് അവർ തിരിച്ച് ഇറങ്ങുക? ഇപ്പോഴത്തെ ഒരു പരിശോധനയിൽ എന്തെങ്കിലും പുറമേക്ക് പങ്കുവയ്ക്കാവുന്ന വിവരങ്ങളുണ്ടോ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അവർ തിരിച്ച് ശബരിമല ഇറങ്ങുക. കാരണം ഉച്ചയ്ക്ക് ശേഷം ഉച്ചയോട് കൂടിയിട്ടൊരു തിരക്കൊഴിഞ്ഞതിന് ശേഷം വേണം ഈ പരിശോധനയ്ക്കായിട്ട് ഇളക്കിയെടുത്ത പാളികളൊക്കെ തന്നെ തിരികെ പിടിപ്പിക്കാൻ. അത് പിടിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവർ തിരികെ മലയിറങ്ങുന്നത്. എന്തായാലും ഇന്നലെ രാത്രി മുഴുവൻ ഈ ഒരു പരിശോധന നീണ്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതുപോലെ തന്നെ പ്രത്യേകം ഒരു മുറി ശബരിമല സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ വിദഗ്ധ സംഘത്തോടൊപ്പമാണ് ശബരിമല മല കയറിയത് പ്രത്യേക അന്വേഷണ സംഘം. ഒപ്പം അവിടെ ഇതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ഒരുക്കി നടത്തേണ്ട ഈ മെഷീനുകളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി വെച്ചിട്ട് കൃത്യമായ ഒരു പരിശോധന ശബരിമലയിൽ വെച്ച് തന്നെ നടത്തുകയായിരുന്നു. സാമ്പിളുകൾ ശേഖരിച്ചല്ല താഴേക്ക് വരുന്നത്, അവിടെ വെച്ച് തന്നെ പരിശോധന പൂർത്തീകരിച്ചു. ഇനി ഈ പരിശോധന ഫലം എന്തായാലും കോടതിയിൽ അറിയിക്കേണ്ടതുണ്ട്. ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ഈ പരിശോധന ഫലം ഓൾറെഡി ജംഷഡ്പൂരിൽ അയച്ചിരിക്കുന്ന ഒരു പരിശോധന ഫലം കൂടെ ഉണ്ട്. ഇതെല്ലാം തന്നെ ഈ കേസിന് അതിനിർണായകരമായിരിക്കും എന്തായാലും. ശരി. നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.